ജയൻ, ഇപ്പോൾ അവിടെ ഇതൊരു മഹാസമാധിയാക്കി മാറ്റിയിരിക്കുകയാണല്ലോ. അവിടെ കുറെ സംഘടനകളും അതുപോലെ തന്നെ ഈ വീട്ടുകാരും ചേർന്ന്. താങ്കൾ അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളാണോ? അല്ല, ഇവിടെ മുതൽ ഒരു സംശയമുള്ളത് ഇതെന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ്. അതേ സ്ഥാനത്തിൽ കോടതിയുടെ വിധി പ്രകാരം അത് കണ്ടെത്തി. ഓക്കെ, പക്ഷെ ഇപ്പോഴും ഒരു സംശയം നിൽക്കുന്നുണ്ട്. എന്തിനാണ് ഇവരെ ഹൈഡ് ചെയ്തത്? നാട്ടുകാർ, നമ്മള് അറിയാലോ, ആര് മരിച്ചാലും അവിടുത്തെ കൗൺസിലറെ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ കുടം പിടിക്കും. ഇത് പഞ്ചായത്തോ കൗൺസിലർ അറിഞ്ഞിട്ടില്ല, ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ വേറെ കാര്യം കൂടി, ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാൻ മിസ്സിങ്ങിന് പരാതി കൊടുത്തു, ഓക്കെ, അത് കണ്ടെത്തി കോടതി പ്രകാരം. പക്ഷെ ഇപ്പോഴും ആളുടെ ഇടയിൽ ഒരു സംശയം നിൽക്കുന്നു, എന്തിനത് ഒരു ഒളിച്ചു. അത് മാത്രമല്ല, ഈ ബാനർ കെട്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ ബാനർ പുറത്തു വരാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം മരിച്ചതാണ് ഇന്ന് നടന്ന സംഭവങ്ങൾ. ഞാൻ അങ്ങോട്ട് നിയമപ്രകാരം കോടതി വിധിയനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടന്നു. നിംസ് മെഡിസിറ്റിയിൽ ഒരു ദിവസം വെച്ചിരുന്നു. ഇന്ന് അവരെ നാമജപ ഘോഷയാത്രയോടുകൂടി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡിയാണ് നടത്തി, സമാധി നടത്തി. അവിടെ ഷാബു ബ്രേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ചോദ്യം ചോദിച്ചു, അധികാരം കെട്ടി നോക്കാറുണ്ടേ, ഒരാളെ വെച്ചാൽ അത് അവിടെ വിറ്റ്നസ് ചെയ്യണ്ടേ, നാട്ടുകാരെ വിറ്റ്നസ് ചെയ്യണ്ടേ. അത് മാത്രമല്ല, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോ സാധാരണ നമ്മൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുമ്പോ നമ്മൾ സാക്ഷികൾ അവിടെ രണ്ടുപേര് സാക്ഷി കൊടുക്കണം. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്തോ ഒളിക്കാനുള്ളത് എന്താണ് എന്നറിയാനുള്ളത് പബ്ലിക്കിലില്ലേ? അതാണ് അത് പുറത്തു വരണ്ടേ? അല്ല, അങ്ങനെയുള്ള സംശയങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ടോ അവിടെ? നാട്ടുകാർ നേരത്തെ കുറെ സംശയങ്ങൾ പറഞ്ഞിരുന്നു. അതിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ആദ്യ നിഗമനം വന്നതോടുകൂടി നാട്ടുകാർക്കില്ല എന്നുള്ളതാണോ? ഇപ്പോൾ ആരും അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നില്ല എന്നാണോ അഡ്വക്കേറ്റ് മഞ്ജുപിളാകം ജയൻ? അല്ല, അത് ശരിയാണ്. ആളെയൊക്കെ ബാൻ മിസ്സിംഗ് എന്നുള്ള പരാതിയിരുന്നു. പക്ഷെ പോലീസിന് എന്താ പറഞ്ഞത്? അവിടെ സർക്കിൾ ഇൻസ്പെക്ടർ പ്രവീൺ പറഞ്ഞത് ഇനി മൊഴിയെടുക്കുമെന്നാണ്, മൊഴിയെടുത്ത് കേസുമായി മുന്നോട്ട് പോകുമെന്നാണ്. കാരണം ആളുകളുടെ പരാതി തീർന്നു, അവിടെ ബോഡി അതിനകത്തുണ്ടായിരുന്നു, അതിനകത്ത് സംശയമില്ല. പക്ഷെ എന്തിനവർ ഹൈഡ് ചെയ്തു എന്നുള്ളത് എന്നും ഈ ചോദ്യം നാട്ടിൽ നിൽക്കില്ലേ? എന്തിനാണ് ഒളിപ്പിച്ചത്? ഞാൻ അതാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. അവിടെ ബാനർ പ്രത്യക്ഷപ്പെടാതിരുന്നു എങ്കിൽ ഇപ്പോഴും അദ്ദേഹം മരിച്ചതായി ആളറിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഇദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന ഗോപസ്വാമിക്ക് എന്തെങ്കിലും ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട് എങ്കിൽ ആ ഡെപ്പോസിറ്റ് ഈ മക്കൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ അഫിഡവിറ്റ് കൊടുക്കണം ബാങ്കിൽ. ആ അഫിഡവിറ്റ് കൊടുക്കുന്ന സമയത്ത് രണ്ടുപേർ ആ അഫിഡവിറ്റിൽ സാക്ഷ്യപ്പെടുത്തണം, ഞങ്ങൾക്കറിയാം ഈ മരണം എന്നുള്ളത്. അതെങ്ങനെ സാക്ഷ്യപ്പെടുത്തുക? അതെങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ കഴിയും? മരണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം എന്ന് മരിച്ചു എന്നറിയാമോ? ഇല്ല. അദ്ദേഹത്തെ ഈ പറയപ്പെടുന്ന രീതിയിൽ അവർ അടക്കം ചെയ്ത് അല്ലെങ്കിൽ സമാധി ഇരുത്തിയത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ കോടതിയുടെ വേർഷൻ അനുസരിച്ച് അവിടെ കാര്യങ്ങൾ അവിടെ മിസ്സിംഗ് അല്ലാന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് എന്ന് മരിച്ചു, എങ്ങനെ മരിച്ചു, ആരാണ് ഇത് സമാധി ഇരുത്തിയത്, അതൊക്കെ ഇന്നും ഒരു ചോദ്യമായി നിൽക്കുകയാണ്. അതുപോലെ കോടതി പറഞ്ഞു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെങ്കിൽ അതിനകത്ത് മുൻപ് കാണാത്ത ഒരാൾ സാക്ഷി ആകാൻ കഴിയുമോ? അപ്പൊ ഈ ദുരൂഹതകൾ, ഈ ചോദ്യങ്ങൾ ഇതോടെ നിൽക്കുകയാണ്, നാളെ നിൽക്കും. പിന്നെ നമുക്ക് കെമിക്കൽ എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ടില്ല, കെമിക്കൽ എക്സാമിന് പരാതിയില്ല, അവിടെയും അത് ഇന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ 5000 കഴിക്കുന്നത് എല്ലാവർക്കും അറിയാം, അവിടെ എന്തോ ഒളിച്ചു എന്നുള്ളത് എല്ലാവർക്കും, നാട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പോഴും സംശയം നിൽക്കുന്നു. അതിനകത്ത് അവർ ഒളിച്ചതാണോ അതോ പബ്ലിക് ഉണ്ട് അവരിത് വിളിച്ചു വെച്ചു എന്നുള്ളത്. ശ്രീ ജയൻ, അതുപോലെ തന്നെ അവിടെ ഏതെങ്കിലും സംഘടനകൾ പ്രത്യേക താല്പര്യം ഇക്കാര്യത്തിൽ കാണിക്കുന്നുണ്ട്? അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് പോലും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ?
ഇന്ന് അവിടെ നടന്നിട്ട് സമാധി ഇതൊക്കെ പാർട്ടി അവിടെ ഞാനിപ്പോ നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് രാഷ്ട്രീയ പാർട്ടിയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ശബ്ദത്തിൽ ചില പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്